സ്മൃതി, ഇത് അടിസ്ഥാനപരമായിട്ട് ഈ പത്രത്തിൽ ഈ രാജിവെച്ച നേതാക്കന്മാർ പറയുന്ന പോലെയൊന്നുമല്ല. ഇത് സീറ്റ് കിട്ടാത്തതിന്റെ ഒരു ഇച്ഛാഭംഗം മാത്രമാണ്. അരവിന്ദ് സിംഗ് ലൗലി ശ്രീ കന്നയ്യകുമാറിന് അലോട്ട് ചെയ്ത സീറ്റ് കിട്ടാൻ വേണ്ടി അവസാന നിമിഷം വരെ കോൺഗ്രസ് നേതൃത്വത്തിന് അപേക്ഷ നൽകി അവസാന നിമിഷം വരെ ഓടി നടന്നൊരു നേതാവാണ്. പലരും അപേക്ഷ നൽകിയിരുന്നു. അപ്പൊ സീറ്റ് കിട്ടാണ്ട് വന്നപ്പോൾ നേരെ തിരിച്ചു. ഈ ചർച്ചയ്ക്ക് ആപ്പുമായിട്ടുള്ള ചർച്ചയ്ക്കൊക്കെ സജീവമായി പങ്കെടുത്തൊരു വ്യക്തിയാണ് ഈ ഡൽഹി ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ചിട്ടുള്ള അരവിന്ദ് സിംഗ് ലൗലി. അപ്പൊ ഇത് അടിസ്ഥാനപരമായിട്ട് ജസ്റ്റ് എ സ്റ്റോം ഇൻ ദ ടീ കപ്പ് എന്ന് പറയില്ലേ, ഒരു ചായക്കോപ്പയിൽ ഒരു കൊടുങ്കാറ്റ് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഡൽഹിയിലുണ്ടായിരുന്നു, ACCയിലുണ്ടായിരുന്നു. ഇതൊന്നും അവിടെ ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രശ്നമായിട്ട് കാണുന്ന പോലുമില്ല. അവിടെ അടിസ്ഥാനപരമായ പ്രശ്നം ജനങ്ങളെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ ഇപ്പൊ നേരിട്ട് പറയാണ്. ഇപ്പൊ ഞാൻ സഞ്ചരിച്ച പല ഓട്ടോറിക്ഷക്കാരോടും ഡ്രൈവർമാരോടും ഒക്കെ ചോദിച്ചു. അതിൽ 90% ആളുകളും പണ്ട് BJPക്ക് വോട്ട് ചെയ്തിരുന്നവർ തന്നെ പറഞ്ഞത് ഞങ്ങളിപ്പം മറച്ചു കുത്തുന്നു, ഇപ്രാവശ്യം നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യില്ല, ഞങ്ങൾ കോൺഗ്രസിനും മാപ്പിനുമാണ് നൽകാൻ പോകുന്നത്. കാരണം സാധാരണ ജനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം ഒന്നും ചെയ്തിട്ടില്ല, വാചകം മാത്രമാണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു ചായക്കപ്പയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചായക്കപ്പയിൽ ഒരു കൊടുങ്കാറ്റ് കവിഞ്ഞ് ഇതിനൊന്നും ഒരു പ്രാധാന്യം നൽകേണ്ട. അപ്പൊ നോർത്ത് വെസ്റ്റ് ഡൽഹിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചാർജ് ആരായിരുന്നു, ഒരു മുൻ MLA രാജിവെച്ചുകൊണ്ടൊന്നും ജനങ്ങൾ വോട്ട് മാറ്റാനൊന്നും പോകില്ല. ജനങ്ങൾ അവിടെ തീരുമാനിച്ചു ഇപ്രാവശ്യം മോഡിക്ക് എതിരായിട്ടുള്ള ഒരു ഇതാണെന്ന്. കാരണം ഉത്തരേന്ത്യയിൽ നമ്മളിവിടെ കാണുന്ന പോലെയല്ല, പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിനെതിരെ നമ്മൾ അറിയാത്ത ഒരു അണ്ടർഗ്രൗണ്ടിൽ ഒരു വലിയൊരു സ്വെൽ ഓഫ് ഓപ്പോസിഷൻ ഒരു കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. പിന്നെ ആപ്പായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കേരളത്തില് CPM ആയിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒത്തൊരുമിച്ച് മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ബേസിക് രാജ്യം നേരിടുന്ന ബേസിക് അടിസ്ഥാന തത്വങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒത്തൊരുമിച്ച് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ സെക്യുലറിസം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ, 300 ദശലക്ഷത്തിലധികം വരുന്ന ഒരു പ്രത്യേക സമുദായത്തിനെതിരെ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ഈ വക പാർട്ടികൾക്ക് ഒന്നും യോജിക്കാൻ പറ്റില്ല. അപ്പൊ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ആദ്യം നിങ്ങൾ വിശ്വാസം എടുക്കേണ്ടത് നിങ്ങളുടെ പ്രാദേശിക നേതൃത്വത്തെയാണല്ലോ. അവർക്ക് അതിൽ ഒരു വിശ്വാസം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങളെ അവിടെ തോൽപ്പിച്ചത്, ആദ്യം ഇല്ലാതാക്കിയത് ആപ്പാണ്. ആ വികാരത്തിൽ നിന്നും അവിടുത്തെ പ്രാദേശിക നേതൃത്വം മാറുന്നില്ല എങ്കിൽ അതിൽ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് നിങ്ങളുടെ പ്രാദേശിക നേതൃത്വത്തെ ആ തരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? ആപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്നവർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ നിലപാട് മാറ്റാൻ കഴിയണ്ടേ? ചില്ലറക്കാരനാണോ? PCC അധ്യക്ഷനാണ്. ഇപ്പോൾ 2 MLA മാർ, അവർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ കൂടിയായിരുന്നു, അവർ കൂടി രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. സ്മൃതി, ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കണം എന്നിട്ട് കേൾക്കുന്ന ജനങ്ങള്. ഇത് പാർലമെന്റിലെ സീറ്റ് കാൻഡിഡേറ്റ് അലോട്ട് ചെയ്യുന്നവരെ അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട ആ നിമിഷം മുതൽ മാത്രമാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ PCC പ്രസിഡന്റായിട്ട് ചർച്ച ചെയ്യാണ്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഇലക്ട്രൽ അലയൻസ് എന്താണെന്ന് തീരുമാനിക്കൂ. ഇവരൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളാണ്. മാത്രമല്ല, ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ദിവസം ഈ ലൗലി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു, പ്രതിഷേധത്തിലൊക്കെ പങ്കെടുത്തതാണ്. സീറ്റ് അനൗൺസ് ചെയ്തപ്പോ അദ്ദേഹത്തിന് ഈ കന്നയ്യകുമാറിന് മത്സരിച്ച സീറ്റിലാണ് അദ്ദേഹത്തിന് മത്സരിക്കേണ്ടായിരുന്നത്. ആ സീറ്റ് കന്നയ്യകുമാറിന് കൊടുത്തപ്പോ പിന്നെ ആപ്പായിട്ടുള്ള സഖ്യം ശരിയല്ല, പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ പരാജയപ്പെടുത്തണം എന്നുള്ള ഇതായി. ഈ ലൗലി എന്ന് പറഞ്ഞ വ്യക്തി ഇതിനു മുമ്പും കോൺഗ്രസ് പാർട്ടി വിട്ട് BJPയിൽ പോയതാണ്. പിന്നെ അവിടെ വഴക്കിട്ട് വീണ്ടും പാർട്ടിയായിട്ട് അദ്ദേഹത്തെ വീണ്ടും തിരിച്ചെടുത്തു. കൊടുത്തു. അത് തെറ്റായിരിക്കാൻ ശരിയായിരിക്കാൻ തിരിഞ്ഞു നോക്കുമ്പോ അല്ല, അതിപ്പോ എല്ലാ പാർട്ടിയിലും കുറച്ചൊക്കെ പോയിട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ BJPയിലേക്ക് എത്ര പേര് പോകുന്നു നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പൊ മഹാരാഷ്ട്രയിൽ എത്ര നേതാക്കന്മാർ അവിടേക്ക് പോയി, എത്ര NCP നേതാക്കന്മാർ പോയി. അപ്പൊ അതിനൊന്നും തെറ്റില്ല. പിന്നെ സീറ്റ് കിട്ടാണ്ട് ഇപ്പൊ കർണാടകയിൽ ഈശ്വരപ്പയ്ക്ക് മകന് സീറ്റ് കിട്ടാണ്ട് വന്നപ്പോൾ വലിയ പ്രതിഷേധമായിട്ട് പുറത്തു പോയല്ലോ. അപ്പൊ അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, നേരിട്ടുള്ള അനുഭവം കൊണ്ട് പറയാം, ജനം അടിസ്ഥാനപരമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലൗലി പോയോന്നോ അല്ലെങ്കിൽ ആ മണ്ഡലത്തിന്റെ ചാർജ് ഉണ്ടായിരുന്ന പണ്ടെങ്ങാണ്ടായിരുന്ന ഒരു MLA വിട്ടു പോയോന്ന് ഇപ്പൊ നോക്കിയിട്ടൊന്നും വോട്ട് ചെയ്യാൻ പോണേ. ഗവൺമെന്റിനെതിരെ സാധാരണക്കാരിൽ ജനങ്ങൾക്ക് ഈ വില കയറ്റത്തിനും തൊഴിലില്ലായ്മ അത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രതിഫലിക്കും. ഇവരെ ഉള്ള പ്രതിഷേധം ജനങ്ങൾക്കറിയാം, സീറ്റ് കിട്ടാത്തതിന്റെ ഇച്ഛാഭംഗം മാത്രം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.